APJ Abdul Kalam Technological University, Engineering Graphics and Computer Aided Drawing, Question Paper Discussion. അതായത് ഡിസംബർ 2024 നടന്ന 2024 സ്കീം ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ വീഡിയോ ആണിത്. ഈ വീഡിയോയിൽ ക്വസ്റ്റ്യൻ നമ്പർ 6 ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അതായത് മൊഡ്യൂൾ നമ്പർ 3 രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഡെവലപ്മെൻറ്റ് ഓഫ് സർഫസസിൽ വരുന്നത്. ഈ ക്വസ്റ്റ്യൻ കുറേ കുട്ടികൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കിയിട്ടുണ്ട്. മിക്കവർക്കും കൺഫ്യൂഷൻ ഉണ്ടാക്കിയിട്ടുണ്ടാവും. അത് കാരണം ഒന്ന്, ക്വസ്റ്റ്യനിൽ ഒരു കാര്യം ക്ലിയർ അല്ല. അതായത് ഇറ്റ് ഈസ് കട്ട് ബൈ എൻ ഓക്സിലറി സെക്ഷൻ പ്ലെയിൻ എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അത് ഓക്സിലറി ഇൻക്ലൈൻ സെക്ഷൻ പ്ലെയിൻ ആണോ ഓക്സിലറി വെർട്ടിക്കൽ സെക്ഷൻ പ്ലെയിൻ ആണോ എന്ന് പറഞ്ഞിട്ടില്ല. ഓക്കെ, അപ്പോൾ ഉദ്ദേശിച്ചത് ഓക്സിലറി ഇൻക്ലൈൻഡ് ആകാനാണ് സാധ്യത. അതിൻ്റെ ബേസ് ചെയ്തിട്ടാണ് ഞാൻ പ്രോബ്ലം ചെയ്യുന്നത്. അതായത് ഓക്സിലറി ഇൻക്ലൈൻ മീൻസ് സെക്ഷൻ പ്ലെയിൻ ഇൻക്ലൈൻ ടു HP ആൻഡ് പെർപെൻഡിക്കുലർ ടു VP. ഓക്സിലറി വെർട്ടിക്കൽ മീൻസ് സെക്ഷൻ പ്ലെയിൻ പെർപെൻഡിക്കുലർ ടു HP ആൻഡ് ഇൻക്ലൈൻ ടു VP. ഓക്കെ, അപ്പോൾ ഇവിടെ പാസ് ചെയ്യുന്ന പോയിൻ്റ് എക്സ്ട്രീം ബേസ് കോർണറും പിന്നെ എക്സ്ട്രീം ലെഫ്റ്റ് ജനറേറ്ററൊക്കെ തന്ന സ്ഥിതിക്ക് അത് ഫ്രണ്ട് വ്യൂവിൽ കാണുന്ന സെക്ഷൻ ലൈൻ, അതായത് സെക്ഷൻ പ്ലെയിൻ ഇൻക്ലൈൻ ടു HP ആൻഡ് പെർപെൻഡിക്കുലർ ടു VP ആയിരിക്കും ഉദ്ദേശിച്ചത്. അത് വിട്ടുപോയതായിരിക്കാം. അതും കുറച്ച് പേർക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ മൊത്തത്തിൽ ഈ ക്വസ്റ്റ്യൻ ഒരു ടഫാണ്. കാരണം ഇതിൻ്റെ സിലിണ്ടറിൻ്റെ ഹൈറ്റ് തന്നിട്ടില്ല. പകരം ഒരു ലെഫ്റ്റ് ജനറേറ്ററിൻ്റെ ഹൈറ്റ് മാത്രമേ തന്നിട്ടുള്ളൂ. അത് ഷോർട്ടസ്റ്റ് ഹൈറ്റാണ്. ഇത് ചെയ്യാൻ പറ്റും. ബട്ട് ഈ ഒരു കാര്യം 30 ഡിഗ്രി തന്നിരിക്കുന്നത് സെക്ഷൻ പ്ലെയിൻ ഇൻക്ലൈൻ ടു HP ആണെന്ന് അസ്യൂം ചെയ്തിട്ട് നമുക്കിത് ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് ഞാനിത് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഫൈനൽ സ്കീം വരുമ്പോൾ മനസ്സിലാവും. അതിനുശേഷം ഒരു വീഡിയോയും കൂടെ ചെയ്യുന്നതാണ്. അപ്പോൾ അതിലെന്താണോ വന്നിരിക്കുന്നത് അതിനൊക്കെ നോക്കിയിട്ടാണ് നിങ്ങൾ മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. പിന്നെ അതുമാത്രമല്ല, ഇത് രണ്ട് രീതി ചെയ്യാം. ബോട്ടം ബേസിലൂടെ പാസ് ചെയ്യുന്ന രീതിയിലും, എന്നിട്ട് ആ ബോട്ടം ബേസ് നിന്ന് ആ പോയിന്റ് ലൊക്കേറ്റ് ചെയ്തിട്ട് 30 ഡിഗ്രി എടുത്തിട്ട് ലെഫ്റ്റ് ജനറേറ്ററിൻ്റെ ഹൈറ്റ് കൊടുത്തിട്ട് അതിൻ്റെ ലേക്ക് ഈ സെക്ഷൻ ലൈൻ മീറ്റ് ചെയ്യുന്ന പോയിന്റിൽ നിന്ന് മുകളിലോട്ടേക്ക് 1 മീറ്റർ എടുത്തിട്ട് ചെയ്യാം. അല്ലെങ്കിൽ ലെഫ്റ്റ് ജനറേറ്ററിന് 1 മീറ്റർ കൊടുത്തിട്ട് ആ പോയിന്റിൽ നിന്ന് 30 ഡിഗ്രി എടുത്തിട്ട് ടോപ്പ് ബേസിൻ്റെ റൈറ്റ് എക്സ്ട്രീം പോയിന്റിലൂടെ പാസ് ചെയ്യുന്ന രീതിയിൽ ചെയ്യാം. കാരണം ഇതിൽ ബേസിനെ പറഞ്ഞിട്ടുള്ളത് ബോട്ടം ബേസ് ആണോ ടോപ്പ് ബേസ് ആണോ എന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ അങ്ങനെ രണ്ട് രീതിയിൽ ആൻസർ ചെയ്യാം. ഈ 30 ഡിഗ്രി ഇൻക്ലൈൻ ടു HP ആണ് എന്നുള്ള അസംഷനിൽ ചെയ്യുമ്പോൾ. ക്വസ്റ്റ്യൻ ഇതാണ്: A cylinder of 50 cm diameter is cut by a 30 degree auxiliary section plane passing through the extreme right point of the base. The height of the shortest portion of the cylinder is of 1 meter. Extreme left generator. Draw to a suitable scale the development of the cut cylinder. Okay, അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ സിലിണ്ടറാണ്, സിലിണ്ടറിൻ്റെ ഡെവലപ്മെൻ്റ് ആണ്. അപ്പോൾ സിലിണ്ടറിൻ്റെ ഡെവലപ്മെൻറ്റ് നമുക്ക് എല്ലാവർക്കും അറിയാം. സിലിണ്ടറിൻ്റെ ഡെവലപ്മെൻറ്റ് എന്താണ്? സിലിണ്ടറിനെ കട്ട് ചെയ്ത് അൺഫോൾഡ് ചെയ്ത് ഇങ്ങനെ സ്ട്രെച്ച് ചെയ്ത് വെക്കുമ്പോൾ നമുക്ക് കിട്ടുക ഒരു റെക്റ്റാങ്കിളാണ്. അപ്പോൾ റെക്റ്റാങ്കിളിൻ്റെ ഹൈറ്റ്, സിലിണ്ടറിൻ്റെ ഹൈറ്റാണ്. സിലിണ്ടറിൻ്റെ ഹൈറ്റ് ക്വസ്റ്റ്യൻ തന്നിട്ടില്ല. പിന്നെ റെക്റ്റാങ്കിളിൻ്റെ ഈ ലെങ്ത്ത് ഈക്വൽ ടു സ്ട്രെച്ച് ഔട്ട് ലെങ്ത് ഈക്വൽ ടു πD ആണ്. അത് ഡയമീറ്റർ തന്നിട്ടുണ്ട്. π ഇൻറ്റു ഡയമീറ്റർ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ലെങ്ത്ത് കിട്ടും. ഓക്കെ, അപ്പോൾ ആ ലൈൻ മാത്രമേ ഹൈറ്റ് അറിയില്ല. പകരം കട്ട് ചെയ്തതിലും ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. കാരണം സെക്ഷൻ പ്ലെയിൻ ഓക്സിലറി സെക്ഷൻ പ്ലെയിൻ എന്ന് പറഞ്ഞാൽ ഓക്സിലറി ഇൻക്ലൈൻ സെക്ഷൻ പ്ലെയിൻ ഇൻക്ലൈൻ ടു HP ആൻഡ് പെർപെൻഡിക്കുലർ ടു VP. ഈ പ്ലെയിനാണ് ഓക്സിലറി ഇൻക്ലൈൻ സെക്ഷൻ പ്ലെയിൻ. ഇത് ഓക്സിലറി വെർട്ടിക്കൽ സെക്ഷൻ പ്ലെയിൻ. അപ്പോൾ ഉദ്ദേശിച്ചത് ഓക്സിലറി ഇൻക്ലൈൻ സെക്ഷൻ പ്ലെയിൻ എന്നായിരിക്കും. പാസിംഗ് ത്രൂ ദ എക്സ്ട്രീം റൈറ്റ് പോയിൻ്റ് ഓഫ് ദ ബേസ്. ഓക്കെ, ബേസിലെ എക്സ്ട്രീം റൈറ്റ് പോയിൻറ്റിലൂടെ പാസ് ചെയ്യുന്നു. അപ്പോൾ ബേസിന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അത് ബോട്ടം ബേസ് ആകാം, ടോപ്പ് ബേസ് ആകാം. അപ്പോൾ ബോട്ടം ബേസിൻ്റെ എക്സ്ട്രീം റൈറ്റിലൂടെ അല്ലെങ്കിൽ ടോപ്പ് ബേസിലൂടെ ഏതെങ്കിലും ഒന്ന് കൺസിഡർ ചെയ്യാം. നമ്മളിപ്പോൾ ബോട്ടം ബേസ് കൺസിഡർ ചെയ്തിട്ടാണ് ആദ്യം ചെയ്യുന്നത്. ബോട്ടം ബേസിൻ്റെ എക്സ്ട്രീം റൈറ്റിലൂടെ പാസ് ചെയ്യുന്നു. ഓക്കെ, അതായത് ഈ സെക്ഷൻ പ്ലെയിൻ ഈ ബോട്ടം ബേസിൻ്റെ എക്സ്ട്രീം റൈറ്റ് പോയിൻറ്റിലൂടെ, അതായത് ഈ പോയിൻറ്റിലൂടെയാണ് പാസ് ചെയ്യുന്നത്. അങ്ങനെ ഈ പോയിൻറ്റിലൂടെ പാസ് ചെയ്യുമ്പോൾ അതിൻ്റെ ഇൻക്ലിനേഷൻ 30 ഡിഗ്രിയാണ്. ഓക്കെ, അപ്പോൾ അതറിയാം. ഇനി നമുക്ക് തന്നിരിക്കുന്നത് the height of the shortest portion of the cylinder. Okay, shortest portion of the cylinder, അതായത് എക്സ്ട്രീം ലെഫ്റ്റ് ജനറേറ്ററിൻ്റെ ഹൈറ്റ് 1 മീറ്റർ തന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ ഹൈറ്റ് 1 മീറ്ററാണ് തന്നു. എന്തുകൊണ്ടത് ഷോർട്ടസ്റ്റ് ഹൈറ്റ് എന്ന് പറഞ്ഞാൽ എന്ന് ഉദ്ദേശിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹൈറ്റ് ആണ് അത് ഷോർട്ടസ്റ്റ് ഹൈറ്റ് വരുന്നത്. ഓക്കെ, ടോട്ടൽ ഹൈറ്റിനേക്കാൾ കുറവാണത്. ഈ ഹൈറ്റ് 1 മീറ്റർ വരുന്ന രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കത് ചെയ്ത് നോക്കാം. ഞാൻ ആദ്യം ചെയ്യുന്നത് ഇങ്ങനെ എടുത്തിട്ടാണ്. അതായത് ആൻസർ കീയിലും അങ്ങനെ തന്നെയാണുള്ളത്. അതായത് ഇവിടുന്ന് 30 ഡിഗ്രി എടുത്തിട്ട് ഈ പോയിൻ്റ് കിട്ടും. ഈ പോയിൻറ്റിൽ 1 മീറ്റർ ഹൈറ്റ് എടുത്തിട്ട് സിലിണ്ടറിൻ്റെ ഹൈറ്റ് കംപ്ലീറ്റ് ചെയ്ത് അങ്ങനെ ചെയ്യുന്നതാണ്. അല്ലാതെ നമുക്ക് ഇങ്ങനെയും ചെയ്യാം. ഈ ഇവിടെ 1 മീറ്റർ ബേസിൽ നിന്ന് എക്സ്ട്രീം ലെഫ്റ്റിൽ
1 മീറ്റർ ഹൈറ്റ് എടുത്തിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് 30 ഡിഗ്രി ഇങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആൻസറാണ്. ഓക്കെ, അങ്ങനെയും ചെയ്യാം, ഇങ്ങനെയും ചെയ്യാം. ബട്ട് ആൻസർ കീയിൽ ഇപ്പോൾ ഡ്രാഫ്റ്റിൽ വന്നിരിക്കുന്നത് ഇത് മാത്രമാണ്. അപ്പോൾ ഇതും കൂടെ ആൻസറായി കൺസിഡർ ചെയ്യാൻ വേണ്ടി റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. കാരണം ബോട്ടം ബേസ് ഒന്നും പറഞ്ഞിട്ടില്ല, പാസിങ് ത്രൂ എക്സ്ട്രീം റൈറ്റ് പോയിൻ്റ് ഓഫ് ദ ബേസ് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ, ബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിൻ്റെ ഡെഫിനിഷൻ എന്താണ്? ഒരു സിലിണ്ടറിൻ്റെ ബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിലിണ്ടറിൻ്റെ സർക്കുലർ ബേസ്, അതായത് പാരലായിട്ടുള്ള രണ്ട് ബേസ്, ആക്സിസിന് പെർപെൻഡിക്കുലറായിട്ട് വരുന്ന ഇതിനെയാണ് ടോപ്പ് ബേസ്, ഇത് ബോട്ടം ബേസിനെയാണ് ബേസ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്കിനി പ്രോബ്ലത്തിലേക്ക് പോകാം. നമുക്ക് ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടിയിരിക്കുന്ന ഡാറ്റ നമ്മൾ വരച്ച് വെക്കുന്നു, എന്നിട്ട് അതിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ല, കുറേ കുട്ടികൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കിയ ഒരു ക്വസ്റ്റ്യനാണ്. പിന്നെ സ്കെയിലിംഗ് അറിഞ്ഞിരിക്കുക, കാരണം ഇവിടെ 50 സെൻറ്റിമീറ്ററും 1 മീറ്ററൊക്കെയാണ് തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന സ്കെയിൽ എന്ന് പറഞ്ഞാൽ 10 സെൻറ്റിമീറ്റർ ഈക്വൽ ടു 1 മീറ്റർ എന്നുള്ളൊരു സ്കെയിൽ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ റെപ്രസെൻറ്റേറ്റീവ് ഫ്രാക്ഷൻ കാണണം, അല്ലെങ്കിൽ ജസ്റ്റ് സ്കെയിൽ യൂസ്ഡ് ഈക്വൽ ടു 1 മീറ്റർ ഈസ് റെപ്രസെൻറ്റഡ് ബൈ 10 സെൻറ്റിമീറ്റർ. അപ്പോൾ അതിൻ്റെ RF 1/10 കിട്ടും. RF മീൻസ് റെപ്രസെൻറ്റേറ്റീവ് ഫ്രാക്ഷൻ, അതായത് ഡയമെൻഷൻ ഓൺ ഡ്രോയിങ് ഡിവൈഡ് ബൈ ഡയമെൻഷൻ ഓഫ് ആക്ച്വൽ ഒബ്ജക്റ്റ്. അപ്പോൾ അതിലേക്കൊന്നും പോകണമെന്നില്ല, സ്കെയിലിങ്ങിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പോകണമെന്നില്ല, നമ്മൾ ജസ്റ്റ് ഒരു റെപ്രസെൻറ്റ് ചെയ്തിട്ട് വരയ്ക്കുക. ഓക്കെ, അങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു വീഡിയോ സ്കെയിലിങ്ങിൽ ചെയ്യാം. നിങ്ങളുടെ സിലബസിൽ അതില്ല, കുസാറിൻ്റെ സിലബസിലൊക്കെ ഫസ്റ്റ് സ്കെയിൽ ഉണ്ടായിരുന്നു, അതുകൊണ്ടായിരിക്കാം പലരും അത് ഡീറ്റെയിൽ ആയിട്ട് എടുക്കുന്നുണ്ടാവില്ല, ജസ്റ്റ് പറഞ്ഞു പോകുന്നത് മാത്രമേ ഉള്ളൂ. നമുക്കിനിപ്പോൾ ചെയ്യാൻ പറ്റുന്നത് ടോപ്പ് വ്യൂ ഒരു സർക്കിളാണ്, സർക്കിൾ വരയ്ക്കുക, അതിൻ്റെ ഡയമീറ്ററൊക്കെ തന്നിട്ടുണ്ട്. അത് 50 സെൻറ്റിമീറ്റർ എന്നാണ്, നമ്മൾ 50 mm ആയിട്ട് തന്നെ എടുക്കുന്നു. ഓക്കെ, അതായത് 5 സെൻറ്റിമീറ്റർ. 1 മീറ്റർ ഈക്വൽ ടു 10 സെൻറ്റിമീറ്റർ അല്ലേ, അപ്പോൾ 50 സെൻറ്റിമീറ്റർ ഈക്വൽ ടു 5 സെൻറ്റിമീറ്റർ റേഡിയസിൽ 5 സെൻറ്റിമീറ്റർ ഡയമീറ്ററിൽ സർക്കിൾ വരയ്ക്കുന്നു. അതിൻ്റെ ഫ്രണ്ട് വ്യൂ XY ലൈനിൽ കിട്ടും, ബോട്ടം ബേസിൻ്റെ. അപ്പോൾ അവിടെ നിന്ന് ഇത് റൈറ്റ് എക്സ്ട്രീം പോയിൻ്റിൽ നിന്ന് 30 ഡിഗ്രിയിൽ സെക്ഷൻ ലൈൻ വരയ്ക്കുക. ഇനി ഈ ലെഫ്റ്റ് എക്സ്ട്രീം പോയിൻ്റിൽ നിന്ന് ഇതിലേക്ക് എക്സ്റ്റൻഷൻ ജനറേറ്റർ വരയ്ക്കുക. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് നമ്മൾ 1 മീറ്റർ ലെങ്ത് എടുത്തിട്ട്, അതായത് 10 സെൻറ്റിമീറ്റർ ലെങ്ത് എടുത്തിട്ട് ഇതിൻ്റെ ഫ്രണ്ട് വ്യൂ കംപ്ലീറ്റ് ചെയ്യുക. സർക്കിളിൻ്റെ സെൻറ്റർ ലൊക്കേറ്റ് ചെയ്യുക. അതിന് മുമ്പേ സ്കെയിൽ നോട്ട് ചെയ്യണം. സ്കെയിൽ യൂസ് ചെയ്തിരിക്കുന്നത് 1 മീറ്റർ ഈക്വൽ ടു 10 സെൻറ്റിമീറ്റർ, അതായത് 1 മീറ്ററിന് 10 സെൻറ്റിമീറ്റർ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഡ്രോയിങ് റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വരുന്ന അടുത്തൊരു ഡാറ്റ 50 സെൻറ്റിമീറ്റർ ആണ്. 50 സെൻറ്റിമീറ്ററിന് 1 മീറ്ററിൻ്റെ ഹാഫാണ്. അപ്പോൾ 50 സെൻറ്റിമീറ്റർ ഈക്വൽ ടു 5 സെൻറ്റിമീറ്റർ ആയിരിക്കും. ഇത് രണ്ടും മാത്രം യൂസ് ചെയ്താൽ ഇത്ര മാത്രം മനസ്സിലാക്കിയാൽ മതി. ഇനി റെപ്രസെൻറ്റേറ്റീവ് ഫ്രാക്ഷൻ RF എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയമെൻഷൻ ഓൺ ഡ്രോയിങ് ഡിവൈഡ് ബൈ ഡയമെൻഷൻ ഓഫ് ആക്ച്വൽ ഒബ്ജക്റ്റ് ആണ്. എന്ന് പറഞ്ഞാൽ 10 സെൻറ്റിമീറ്റർ ഡിവൈഡ് ബൈ 1 മീറ്റർ, 10 സെൻറ്റിമീറ്റർ ഡിവൈഡ് ബൈ 1 മീറ്റർ ഈക്വൽ ടു 100 സെൻറ്റിമീറ്റർ. അപ്പോൾ 10/100 1/10 ആണ് ഇതിൻ്റെ സ്കെയിലിൻ്റെ ഫാക്ടർ, അതാണ് റെപ്രസെൻറ്റേറ്റീവ് ഫ്രാക്ഷൻ. അതിനെപ്പറ്റി കൂടുതൽ അറിയണമെന്നില്ല, ജസ്റ്റ് ഇത് മനസ്സിലാക്കിയാൽ മതി. ഏതാണോ സ്കെയിൽ യൂസ് ചെയ്തത് അത് നോട്ട് ചെയ്ത് വെക്കണം, കാരണം സ്യൂട്ടബിൾ സ്കെയിൽ യൂസ് ചെയ്തിട്ട് നമുക്കിത് ചെയ്യാൻ പറ്റും. 5 സെൻറ്റിമീറ്റർ ആക്ച്വലി റെപ്രസെൻറ്റ് ചെയ്യുന്നത് 50 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ 5 സെൻറ്റിമീറ്റർ അതായത് 25 മില്ലിമീറ്റർ റേഡിയസിൽ സർക്കിൾ വരയ്ക്കണം. ഇനി ഈ സർക്കിളിനെ 8 ആയിട്ട് ഡിവൈഡ് ചെയ്യുക, പോയിൻറ്റ്സ് നെയിം ചെയ്യുക. ടോപ്പ് വ്യൂയിലുള്ള എല്ലാ പോയിൻറ്റ്സും ലൊക്കേറ്റ് ചെയ്തു. ഞാൻ ABCDEFGH മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. ടോപ്പ് ബേസിനും ബോട്ടം ബേസിനും സെയിം നെയിം തന്നെയാണ് കൊടുക്കുന്നത്. ഡെവലപ്മെൻറ്റിലൊക്കെ അങ്ങനെ മതി. ഇനി ഇതിൻ്റെ ഫ്രണ്ട് വ്യൂ XY ലൈനിൽ കിട്ടും, അത് പ്രൊജക്റ്റ് ചെയ്യാം. പിന്നെ ഇതിൻ്റെ ഡയമെൻഷൻ നമുക്കറിയാം 50 mm ആണ്. ആക്ച്വലി ഇത് റെപ്രസെൻറ്റ് ചെയ്യുന്നത് 50 സെൻറ്റിമീറ്റർ ആണ്. ബട്ട് ഇത് ക്യാഡിൽ ഡയമെൻഷൻ ചെയ്യുമ്പോൾ നമ്മൾ എടുക്കുന്ന യൂണിറ്റിൻ്റെ മില്ലിമീറ്ററാണ്, മില്ലിമീറ്ററിനെ ബേസ് ചെയ്തിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇത് ഡയമെൻഷൻ ചെയ്യുമ്പോൾ 50 സെൻറ്റിമീറ്റർ എന്ന് തന്നെ ഡയമെൻഷൻ ചെയ്യണം. നമുക്ക് പിന്നെ ചെയ്യാം. പ്രൊജക്ടേഴ്സ് വരയ്ക്കുക, A', B' ഫ്രണ്ട് വ്യൂ പോയിൻറ്റ്സ് ലൊക്കേറ്റ് ചെയ്യുക. ഫ്രണ്ട് വ്യൂ പോയിൻറ്റ്സ് കിട്ടി. ഇനി നമുക്ക് ആകെ അറിയാവുന്നത്, നമുക്ക് തന്നിരിക്കുന്നത് എന്താണ്, സെക്ഷൻ പ്ലെയിൻ്റെ ഇൻക്ലിനേഷൻ 30 ഡിഗ്രിയാണ്. അത് ബേസിൻ്റെ റൈറ്റ് എക്സ്ട്രീം പോയിൻറ്റിലൂടെ പാസ് ചെയ്യുന്നു എന്നും ക്വസ്റ്റ്യൻ തന്നു. അപ്പോൾ നമ്മൾ റൈറ്റ് എക്സ്ട്രീം പോയിൻ്റ് എന്ന് പറഞ്ഞാൽ E' ആണ്. ഇതിലൂടെ 30 ഡിഗ്രി ലൈൻ വരയ്ക്കണം. നമുക്ക് തന്ന രീതിയിൽ സെക്ഷൻ ലൈൻ വരയ്ക്കുന്നു. ഓക്കെ, സെക്ഷൻ ചെയിൻഡ് ഇൻ സിംഗിൾ ഡാഷിൽ വരയ്ക്കണം, പക്ഷെ നമുക്ക് പിന്നീട് മാറ്റാം. ഇപ്പം ജസ്റ്റ് ഒരു ലെങ്ത്തിൽ 30 ഡിഗ്രിയിൽ ഇങ്ങനെ ഒരു ലൈൻ വരച്ചു. ഇതാണ് സെക്ഷൻ ലൈൻ. സെക്ഷൻ ലൈൻ എക്സ്റ്റെൻഡ് ചെയ്യുക വേണം, അതൊക്കെ പിന്നീട് ചെയ്യാം. പിന്നെ നമുക്ക് തന്നിരിക്കുന്നത് ഒറ്റൊരു ഡാറ്റയും കൂടിയാണ്, അതായത് ലെഫ്റ്റ് എക്സ്ട്രീം ജനറേറ്ററിൻ്റെ ഹൈറ്റ് ഷോർട്ടസ്റ്റ് ഹൈറ്റാണ്, അത് 10 സെൻറ്റിമീറ്റർ ആണ്, അതായത് 1 മീറ്റർ ആണ്. ഓക്കെ, സ്കെയിൽ യൂസ് ചെയ്ത് പറയുകയാണെങ്കിൽ 1 മീറ്റർ ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ നോക്കുമ്പോൾ ഇതാ ഈ ഹൈറ്റ് 1 മീറ്റർ കിട്ടുന്നില്ല. 1 മീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 സെൻറ്റിമീറ്റർ വേണ്ടേ, അപ്പോൾ 10 സെൻറ്റിമീറ്റർ കാണുന്നില്ല. അപ്പോൾ നമ്മൾ കരുതി ക്വസ്റ്റ്യൻ തെറ്റിപ്പോയി, നമ്മൾ എന്തോ മിസ്റ്റേക്ക് ഉണ്ട് എന്നൊക്കെയാണ്. ഓക്കെ, അല്ലെങ്കിൽ ക്വസ്റ്റ്യനിൽ മിസ്റ്റേക്ക് ഉണ്ട്, നമുക്ക് മനസ്സിലായില്ല എന്നുള്ള ഒരു കൺഫ്യൂഷനിലേക്ക് എത്തി. ഇവിടെ വെച്ച് കുറേ പേര് സ്റ്റോപ്പ് ആയിട്ടുണ്ടാവും. പിന്നെ ചിലർ ഇവിടെ
10 സെൻറ്റിമീറ്റർ എടുത്തിട്ട് ഇങ്ങോട്ടേക്ക് 30 ഡിഗ്രി വരച്ചിട്ടുണ്ടാവും. അത് ശരിയാണ്, അങ്ങനെ ആൻസർ ചെയ്യാം. കാരണം ബേസ് എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ, ബോട്ടം ബേസ് എന്ന് പറയാത്തതുകൊണ്ട് അത് ആൻസർ കൊടുക്കണം. ഓക്കെ, അപ്പോൾ അതിലേക്ക് വരാം. അപ്പോൾ ഇതെങ്ങനെ, ഇങ്ങനെ തന്നെ എങ്ങനെ ചെയ്യും, ഈ ഇതിൽ തന്നെ എങ്ങനെ ചെയ്യും എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മളൊന്ന് ജസ്റ്റ് ആലോചിച്ചാൽ മനസ്സിലാവും. ഇവിടെ ഇങ്ങനെ 30 ഡിഗ്രി സെക്ഷൻ ലൈൻ വന്നു. ഈ പോയിൻ്റ് നമുക്ക് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റും അല്ലേ, കാരണം അത് ജനറേറ്ററിലാണ്. അതിനെന്ത് ചെയ്താൽ മതി, ഈ എ ഡാഷ് എന്ന് പറയുന്ന പോയിൻറ്റിലൂടെ ഒരു ജനറേറ്റർ വരച്ച് കഴിഞ്ഞാൽ അത് മീറ്റ് ചെയ്യുന്ന പോയിൻ്റാണ് ഈ 30 ഡിഗ്രി ലൈൻ മീറ്റ് ചെയ്യുന്ന ഈ പോയിൻ്റിലൂടെ കിട്ടും. ഓക്കെ, അതിവിടെ കിട്ടിക്കഴിഞ്ഞു. പിന്നെ നമ്മൾ ഈ ഹൈറ്റ് 10 എടുക്കുക. അപ്പോൾ ശരിയായില്ലേ, അപ്പോൾ സിലിണ്ടർ ഇങ്ങനെ കിട്ടുമല്ലോ. അപ്പോൾ സിലിണ്ടറിൻ്റെ ഹൈറ്റ് ഇതാണ്. ഓക്കെ, റൈറ്റ് ജനറേറ്ററിൻ്റെ ലെങ്ത് ഇതാണ്, അതാണ് സിലിണ്ടറിൻ്റെ ഹൈറ്റ്. ലെഫ്റ്റ് ജനറേറ്ററിൻ്റെ ലെങ്ത് ആണ് ഷോർട്ടസ്റ്റ്, അതെത്രയാണ്, 1 മീറ്ററാണ്, അതായത് 10 സെൻറ്റിമീറ്ററാണ്. ഓക്കെ, അപ്പോൾ എന്താ ചെയ്യേണ്ടത്, ഈ പോയിൻറ്റ് 30 ഡിഗ്രി ലൈൻ വരയ്ക്കുക, ഇവിടെ നിന്ന് വെർട്ടിക്കൽ ലൈൻ വരയ്ക്കുക, അത് രണ്ടും മീറ്റ് ചെയ്യുന്ന പോയിൻ്റ് കണ്ടെത്തുക. ആ പോയിൻറ്റിൽ നിന്ന് 10 സെൻറ്റിമീറ്റർ അതായത് 1 മീറ്റർ ഹൈറ്റിൽ ഇവിടെ ഈ റെക്റ്റാങ്കിൾ കംപ്ലീറ്റ് ചെയ്യുക. ഓക്കെ, എന്നിട്ട് സെക്ഷൻ പോയിൻറ്റ്സ് കാണുക, എന്നിട്ട് ഡെവലപ്മെൻറ്റ് വരയ്ക്കുക, ഈ പോയിൻറ്റ്സിനൊക്കെ ഡെവലപ്മെൻറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. ഓക്കെ, ഇങ്ങനെ ചെയ്യാം. ഇനി അതല്ലാതെ ഇങ്ങനെ തന്നെ 30 ഡിഗ്രി എടുക്കുന്നതിന് പകരം ഇവിടെ 1 മീറ്റർ അതായത് 10 സെൻറ്റിമീറ്റർ എടുത്തു, എന്നിട്ട് ഈ പോയിൻ്റ് കണ്ടെത്തി. അപ്പോൾ ഇത് ഷോർട്ടസ്റ്റ് ഹൈറ്റായി. എന്നിട്ട് ഇങ്ങോട്ടേക്ക് 30 ഡിഗ്രി എടുത്തു. ഓക്കെ, അപ്പോൾ ഇവിടെ വന്ന് നിൽക്കും, ഇവിടെ ഒരു ലൈൻ കിട്ടും. അപ്പോൾ ഇവിടെ നിന്ന് റൈറ്റ് ജനറേറ്ററിനെ ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് വരച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഈ ഹൈറ്റ് കിട്ടും. ഓക്കെ, രണ്ടും സെയിം ആണ്, ഡെവലപ്മെൻ്റ് ആണ്, രണ്ടും സെയിം ആണ്. ഇത് ഡെവലപ്പ് ചെയ്ത് ഇതിനെ ഇങ്ങനെ തിരിച്ച് വെച്ച് ഡെവലപ്പ് ചെയ്യുന്ന രണ്ട് സെയിം അല്ലേ. ഓക്കെ, ഇതിനെ ഇങ്ങനെ കട്ട് ചെയ്ത് ഡെവലപ്പ് ചെയ്താലും ഇതിനെ നേരെ തിരിച്ച് വെച്ച് ഇങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞാലും ഡെവലപ്മെൻറ്റ് ആൻസർ സെയിം ആയിരിക്കും. അതുകൊണ്ട് ഇങ്ങനെ ചെയ്തവർക്കും മാർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് ഫൈനൽ ആൻസർ കീ വന്നാലേ മനസ്സിലാവും രണ്ടും ശരിയാണ്. ഓക്കെ, ഇനി നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കാം. നമ്മൾ ഇവിടുന്ന് ഈ ജനറേറ്റർ വെർട്ടിക്കലായിട്ട് എടുക്കുന്നു. അപ്പോൾ ഇവിടെ വന്ന് ഒരു പോയിന്റിൽ മീറ്റ് ചെയ്തിട്ട് ആ പോയിൻ്റ് ഒന്ന് മാർക്ക് ചെയ്തു. ഓക്കെ, ഇനി ഈ പോയിന്റിൽ നിന്ന് 10 സെൻറ്റിമീറ്റർ മുകളിലോട്ടേക്ക് എടുത്തു കഴിഞ്ഞാൽ ലെഫ്റ്റിലത്തെ 1 മീറ്റർ ഷോർട്ടസ്റ്റ് ജനറേറ്റർ കിട്ടും. അപ്പോൾ നമ്മൾ ഇവിടുന്ന് 1 മീറ്റർ അതായത് 10 സെൻറ്റിമീറ്റർ അതായത് 100 mm ലോങ് ലൈൻ വരയ്ക്കുന്നു. അങ്ങനെ നമ്മൾ ഈ സിലിണ്ടർ കംപ്ലീറ്റ് ചെയ്യുന്നു. ഇനി പോയിൻറ്റ്സിനൊക്കെ പ്രൊജക്റ്റ് ചെയ്യണം, മുകളിലോട്ടേക്ക് മാർക്ക് ചെയ്യുക. ഈ സെയിം നെയിമിങ് തന്നെ മുകളിലും ചെയ്യുക. എനിക്കിവിടെ സ്പേസ് ഇല്ല, അതുകൊണ്ട് ഞാൻ മുകളിൽ നെയിം ചെയ്യുന്നില്ല, താഴെ നെയിം ചെയ്തിട്ടുണ്ട്. അതായത് എ ഡാഷ് തന്നെ ഇവിടെയും വരും, ബി ഡാഷ് എച്ച് ഡാഷ് ഇവിടെ വരും, സി ഡാഷ് ഡി ഡാഷ് ഇവിടെ വരും, ഡി ഡാഷ് എഫ് ഡാഷ് വരും, ഇ ഡാഷ് വരും. ഓക്കെ, അങ്ങനെ സിലിണ്ടർ കംപ്ലീറ്റ് ആയി. ഇനി നമ്മൾ സെക്ഷൻ പോയിൻറ്റ്സ് മാർക്ക് ചെയ്യണം. ഇത് സെക്ഷൻ ലൈനാക്കിയൊക്കെ മാറ്റി വരയ്ക്കണം. സെക്ഷൻ പോയിൻറ്റ്സ് മാർക്ക് ചെയ്യണം. ഇവിടെ ഒരു പോയിൻ്റ് കിട്ടും, കാരണം ഒറ്റ ലൈനേ ഉള്ളൂ. ഇവിടെ 2 ലൈൻ ഉണ്ട്, അതുകൊണ്ട് 2 പോയിൻ്റ് ഉണ്ടാവും. ഒരു പോയിൻ്റ് വിസിബിൾ, അടുത്ത പോയിൻ്റ് ഇൻവിസിബിൾ. ഇവിടെ ആക്സിസ് ലൈനാണ്, കൂടാതെ സി ഡാഷ് ജി ഡാഷ് സി ഡാഷ് ഉണ്ട്, ജി ഡാഷ് ഉണ്ട്. അപ്പോൾ 2 ലൈൻ 2 പോയിൻ്റ്. ഇവിടെ ഡി ഡാഷ് ഉണ്ട്, എഫ് ഡാഷ് ഉണ്ട്, 2 ലൈൻ. ഇവിടെ ഒരൊറ്റ പോയിൻ്റ് മാത്രമേ ഉള്ളൂ. അങ്ങനെ ടോട്ടൽ 1 + 2 + 2 + 2 + 1. ഓക്കെ, 8 പോയിൻറ്റ്സ് കിട്ടും. ആ 8 പോയിൻറ്റ്സിനെ നെയിം ചെയ്യാം. സെക്ഷൻ പോയിൻറ്റ്സ് ലൊക്കേറ്റ് ചെയ്തു. ഇനി ഡെവലപ്മെൻറ്റ് വരയ്ക്കണം. ഡെവലപ്മെൻറ്റ് വരയ്ക്കാൻ വേണ്ടിയിട്ട് സ്ട്രെച്ച് ഔട്ട് ലെങ്ത് = πd ആണ്. 3.14 ഡയമീറ്റർ ഇവിടെ 50 ആണ്. അപ്പോൾ 157 mm കിട്ടും. അപ്പോൾ അത് നോട്ട് ചെയ്യുക. 157 ലെങ്ത്തിൽ ഈ സിലിണ്ടറിൻ്റെ ഹൈറ്റിൽ റെക്റ്റാങ്കിൾ വരയ്ക്കുക. ഈ 157 mm 8 ഈക്വൽ ലെങ്ത്തുള്ള സെഗ്മെൻറ്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യണം. അതിന് ഡിവൈഡിങ് ലൈൻ മെത്തേഡ് യൂസ് ചെയ്യുമോ, 157 / 8 കണ്ടിട്ട് അത് കോമ്പസിൽ അല്ലെങ്കിൽ ഡിവൈഡറിൽ എടുത്തിട്ട് 8 പ്രാവശ്യം എടുക്കുകയോ, അല്ലെങ്കിൽ ഈ അപ്രോക്സിമേറ്റ്ലി ഈ FEയുടെ അതൊരു സെക്ടറിൻ്റെ ലെങ്ത് കോമ്പസിൽ എടുത്തിട്ട് 8 പ്രാവശ്യം എടുക്കുകയോ ചെയ്യാം. ഡിവൈഡിങ് ലൈൻ മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അത് ഗ്രാഫിക്കലി ഒരു ലൈനിനെ ഡിവൈഡ് ചെയ്യാണ്. അത് തന്നെ ചെയ്യണമെന്നൊരു നിർബന്ധമില്ല. ഓക്കെ, അത് ചെയ്യാൻ അറിയാത്തവർ അത് ചെയ്യണമെന്നില്ല. ഈ ലെങ്ത്തിനെ 157 8 പാർട്ടായി ഡിവൈഡ് ചെയ്ത് ഫോൾഡിങ് ലൈൻസ് വരയ്ക്കണം, അത്ര മാത്രമേ ഉള്ളൂ. ഓക്കെ, ഈ മെത്തേഡ് ഒന്നുമില്ല. <30 ഡിഗ്രിയിൽ ഒരു ലൈൻ വരയ്ക്കുക നോൺ ലെങ്ത്തിൽ. അത് 8 സെൻറ്റിമീറ്റർ എടുക്കുക, ഓരോന്ന് 1 സെൻറ്റിമീറ്റർ ആയിട്ട് എടുക്കുക ഓരോ ഡിവിഷനും. അതിലത്തെ ഈ എൻഡ് പോയിൻ്റിൽ നിന്ന് എയിലേക്ക് ജോയിൻ ചെയ്യുക, ഈ പോയിൻറ്റിലേക്ക്. പിന്നെ ഈ ലൈനിന് പാരലായിട്ട് വരയ്ക്കുമ്പോൾ ഈ 157 8 ഈക്വൽ ഡിവിഷൻസ് ആയിട്ട് മാറും. ഇങ്ങനെ ചെയ്യണം നിർബന്ധമൊന്നുമില്ല. ഇനി ഫോൾഡിങ് ലൈൻസ് വരയ്ക്കണം.
ബി ലൈൻ, സി ലൈൻ, അങ്ങനെ കംപ്ലീറ്റ് ലൈൻസും ചെയ്യണം. തിൻ ലൈൻ യൂസ് ചെയ്ത് വരയ്ക്കുക. കംപ്ലീറ്റ് സോളിൻ്റെ ഡെവലപ്മെൻറ്റ് കഴിഞ്ഞു. നമുക്ക് ABCD മുകളിലും മാർക്ക് ചെയ്യണം. എനിക്ക് സ്പേസ് ഇവിടെ ഇല്ലാത്തതിനെ ഇപ്പോൾ മാർക്ക് ചെയ്യുന്നില്ല, നിങ്ങൾ മാർക്ക് ചെയ്യുക. ഇനി ഈ പോയിൻറ്റ്സിനെ ഇതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. ആദ്യം 1' A', അപ്പോൾ 1 Aയിലായിരിക്കും. അപ്പോൾ A 2 സ്ഥലങ്ങളിലുണ്ട്. ഇവ രണ്ടിടത്തിലും 1 മാർക്ക് ചെയ്യുക. ഇതും 1 ആണ്, ഇതും 1 ആണ്. 2' B', 8' H', അതുകൊണ്ട് 2 BBയിലും 8 HHലും കിട്ടും. ഇത് 8, ഇത് 2. 3' C', G', 7'. അപ്പോൾ നമുക്ക് 3യും 7ഉം കിട്ടും. 4' D', 6' F'. ഇതിൽ നിന്ന് പ്രൊജക്ടർ വരയ്ക്കുക. ഡിയിൽ നമുക്ക് 4 കിട്ടും, എഫിൽ 6ഉം കിട്ടും. അപ്പോൾ പോയിൻറ്റ്സ് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുന്നു. ഇത് 6, ഡിയിൽ 4. ഇനി 5' E', അപ്പോൾ 5E തന്നെ കിട്ടും. അപ്പോൾ 5ഉം Eയും സെയിം പോയിൻ്റ് ആയിരിക്കും. അപ്പോൾ ഈ പോയിൻ്റാണ് 5. അതുപോലെ ബാക്കി പോയിൻറ്റ്സും കൂടെ നെയിം ചെയ്യുക. എന്നിട്ട് ഫ്രീ ഹാൻഡായിട്ട് കർവ് വരയ്ക്കുക. ഈ ടോപ്പ് പോർഷൻ തിക്ക് ലൈൻ യൂസ് വരയ്ക്കുക, ഔട്ടർ മാത്രം. ഇതോടെ ആൻസർ കഴിയും. ഓക്കെ, അത് ചെയ്യാം. നെയിം ചെയ്യണം ആദ്യം. സ്മൂത്ത് കർവ് യൂസ് ചെയ്ത് ജോയിൻ ചെയ്യണം. ഈ ബൗണ്ടറി തിക്ക് ലൈനായിട്ട് വരയ്ക്കണം. ഈ പോർഷൻ വേണ്ട, ഇത് റിമൂവ് ചെയ്ത പോർഷനാണ്. 1 ഇവിടെ കാണുന്ന A ഈ രീതിയിൽ. ഇതാണ് ഫൈനൽ ആൻസർ. ഇതിന് ഡയമെൻഷൻ ചെയ്യുമ്പോൾ 100 mm ആണ് ഇത് കിട്ടുന്നത്. ബട്ട് നമ്മൾ സ്കെയിൽ യൂസ് ചെയ്തുകൊണ്ട് ഇവിടെ 1 മീറ്റർ എന്നതിന് ഡയമെൻഷൻ ചെയ്യണം. ഇത് 50 സെൻറ്റിമീറ്റർ എന്നതിന് ഡയമെൻഷൻ ചെയ്യണം. അതാണ് പ്രോപ്പർ ആൻസർ. അതായത് നമുക്ക് ഇങ്ങനെയും ആൻസർ ചെയ്യാം. ലെഫ്റ്റ് ജനറേറ്ററിൻ്റെ ഹൈറ്റ് 100 mm എടുത്തിട്ട് ഇവിടുന്ന് 30 ഡിഗ്രി ലൈൻ വരച്ചിട്ട് ഈ റൈറ്റ് ജനറേറ്ററിനെ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് 2 പോയിൻറ്റും കൂടെ മീറ്റ് ചെയ്യുന്ന പോയിൻ്റായിട്ട് E' എടുത്തിട്ട് അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ആൻസറും ഇതും തമ്മിലുള്ള ഡിഫറൻസ് അതിൻ്റെ പൊസിഷൻ തലതിരിഞ്ഞിരിക്കുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് രണ്ടും ആൻസറായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ആൻസർ കീ ഡിസ്കഷൻ നോക്കാം. ഡ്രോയിങ് ഫ്രണ്ട് ആൻഡ് ടോപ്പ് വ്യൂ 5 മാർക്സ് ആണ്. മാർക്കിംഗ് ദ സെക്ഷൻ പ്ലെയിൻ 2 മാർക്സ്. അപ്പോൾ 7 മാർക്ക് കിട്ടും. ഫ്രണ്ട് വ്യൂ, ടോപ്പ് വ്യൂ ആൻഡ് സെക്ഷൻ പ്ലെയിൻ ഇത്രയും മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ. ഡ്രോയിങ് ലാറ്ററൽ ഡെവലപ്മെൻറ്റ് ഓഫ് ദ സെക്ഷൻ്റെ സർഫസ് 6 മാർക്സ്. സെലക്ഷൻ ഓഫ് സ്യൂട്ടബിൾ സ്കെയിൽ 1 മാർക്ക്. ഓക്കെ, അപ്പോൾ സ്കെയിൽ ഇങ്ങനെ സെലക്ട് ചെയ്യണം. അത് 1 മീറ്റർ = 10 സെൻറ്റിമീറ്റർ സ്കെയിൽ സെലക്ട് ചെയ്യുന്നതിന് 1 മാർക്ക് വരുന്നുണ്ട്. ജനറൽ നീറ്റ്നസ് ആൻഡ് പ്രോപ്പർ ഡയമെൻഷനിങ് 1 മാർക്ക്. 2 രീതിയിലത്തെ ആൻസറും നമ്മളിവിടെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, നമ്മളിപ്പോൾ ചെയ്തിരിക്കുന്നത് തന്നിരിക്കുന്ന ആംഗിൾ 30 ഡിഗ്രി ഇൻക്ലൈൻ ടു HP എന്നുള്ള അസംഷനിലാണ്. അങ്ങനെ ഈ പ്രശ്നങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഡ്രാഫ്റ്റ് സ്കീമിൽ റൈറ്റ് എക്സ്ട്രീം ബോട്ടം ബേസിലൂടെ പാസ് ചെയ്യുന്ന രീതിയിലാണ് ഫിഗർ വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് അങ്ങനെ മാത്രമല്ല, റൈറ്റ് എക്സ്ട്രീം ടോപ്പ് ബേസ് പോയിൻറ്റിലേക്ക് 30 ഡിഗ്രി ലൈൻ വരയ്ക്കുന്ന രീതിയിലും ചെയ്യാം. അപ്പോൾ ഈ പറഞ്ഞ പ്രശ്നങ്ങളും കൺഫ്യൂഷനും കാര്യങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് ഫൈനൽ സ്കീം വരികയായിരിക്കും. അപ്പോൾ അതിൻ്റെ ബേസ് ചെയ്തിട്ട് നിങ്ങൾ ടോട്ടൽ മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഇത് ആൻസർ ഡീറ്റെയിൽ ആയി ഡിസ്കഷൻ ചെയ്യുന്ന വീഡിയോ ആണ്. ആ വീഡിയോയിൽ അതൊന്നും ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കഷൻ ചെയ്യില്ല.